ഹായ് ഹലോ വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴയ ഒരു പാൽ സർബത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടാകും. അത് വൻ ഹിറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വട്ടം ചൂടുകാലമായി, അപ്പോൾ ദാ പാൽ സർബത്തും കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്ന് എളുപ്പത്തിൽ അടിപൊളി മിൽക്ക് സർബത്ത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ എപ്പോഴും പറയുന്ന കാര്യമാണ്, അഞ്ജലീസ് ഫുഡ് കോർട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ നമുക്ക് ആദ്യം 1 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പാലെടുത്തോളൂ കേട്ടോ. ഞാൻ ഏകദേശം 1 കപ്പ് കണക്കാണ് പറയുന്നത്. 1 കപ്പ് പാലെടുത്തു. ഇനി നമുക്ക് വേണ്ടത് നറുനീണ്ടി, നന്നാരി അല്ല നറുനീണ്ടി സിറപ്പ്. അപ്പോൾ അതായത് നന്നാരി ഒക്കെ ഇട്ടിട്ട് നമ്മൾ സർവത്ത് ഉണ്ടാക്കില്ലേ, അതല്ല, അതിനെക്കാട്ടും കുറച്ച് തിക്ക് ഉണ്ടാവും. ഒരു ശർക്കരപ്പാനി പരിവാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യം. ഇനി എന്ത് ചെയ്യണം, ഇത് ഒന്ന് കുലുക്കിയൊക്കെ എടുക്കണം, ഇല്ലെങ്കിൽ അടിയിലിങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. ശരിക്കും ഇങ്ങനെ ശർക്കരപ്പാവ് കിടക്കണ പോലെ തന്നെയായിരിക്കും ഇതുണ്ടാവുക. അപ്പോൾ ഇത് മാറ്റി വയ്ക്കട്ടെ. അടുത്ത് ഇനി എന്താ വേണ്ടത് വെച്ചിങ്ങനെ ഇതാ കസ്കസ് ഇല്ലേ, അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്തെടുക്കണം. അതായത് ഒരു 2 ടേബിൾ സ്പൂൺ ആയിക്കോട്ടെ. ശരീരത്തിന് നല്ല തണുപ്പാണ് സംഭവം തരിക, അതുകൊണ്ട് ഒട്ടും കുറയ്ക്കേണ്ട. ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അത് മുങ്ങാൻ പരുവത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 5-6 മിനിറ്റ് അതിനെ മിണ്ടാണ്ട് അവിടെ വയ്ക്കുക. അപ്പോൾ അതെന്തുണ്ടാവും, വീർത്ത് വരും. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങല്ലേ. അതിനായിട്ടൊരു മിക്സിയുടെ ജാറും മിക്സിങ് ആവശ്യമുണ്ട്. മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. ഇപ്പോൾ പാൽ തിളപ്പിച്ചാണോ പച്ചയാണോ ചൂടുള്ളതാണോ ചൂടാറിയതാണോ എന്നൊരു ഡൗട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഏകദേശം പാൽ തിളപ്പിച്ച്, ഏകദേശമല്ല, പാൽ തിളപ്പിക്കുക, എന്നിട്ട് തണുപ്പിക്കാൻ വയ്ക്കുക. ഇല്ലെങ്കിൽ പച്ചപ്പാൽ എടുത്താലും മതി. നമ്മൾ തൃശ്ശൂർ റൗണ്ടിലൊക്കെ തിളപ്പിച്ച പോലൊന്നുമല്ല, പാക്കറ്റ് പാൽ തണുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കി തരികയാണ് പതിവ്. അപ്പോൾ ഞാനിപ്പോൾ തിളപ്പിച്ച് ചൂടാറ്റി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. അതാണ് സംഭവം. ഇനി ഇതാ നന്നായിട്ട് നറുനീണ്ടി ഒന്ന് കുലുക്കി അതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ആയിക്കോട്ടെ. കുറയ്ക്കണ്ട, മധുരം ഇഷ്ടമുള്ളവർ ഒരു 3 ആക്കാം. എനിക്കിപ്പോൾ 2-2.5 ടേബിൾ സ്പൂണോളം ആവശ്യം വന്നു. അപ്പോൾ ദാ ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കണ്ട, നന്നായിട്ട് അടിച്ചു കൊണ്ടുവരാം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് അടിച്ചോളൂ കേട്ടോ. നല്ല പതഞ്ഞ് കിട്ടണം. എൻ്റെ കഷ്ടകാലത്തിന് കറണ്ടും പോയി, അപ്പോൾ അധികം അങ്ങോട്ട് പതഞ്ഞു വന്നില്ല. അപ്പോൾ 2 മിനിറ്റ് നിർത്താതെ നന്നായിട്ട് അടിച്ചു കൊടുത്തോളൂ. അപ്പോൾ നന്നായിട്ട് പതഞ്ഞു വരും. അപ്പോൾ സംഭവം ഇവിടെ റെഡിയായി. ഇനി കസ്കസിനെ ഇതിലേക്ക് ഇളക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. എന്തൊരു എളുപ്പമല്ല ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. പിന്നെ തണവ് പോരാ എന്നുണ്ടെങ്കിൽ ഒരു ഐസ് ക്യൂബോ 2 ഐസ് ക്യൂബോ ആവാം, കുഴപ്പമില്ല. എന്തൊരു ഈസി ആയിട്ട് നമ്മൾ പാൽ സർബത്ത് ഉണ്ടാക്കിയല്ലേ. അപ്പോൾ ഇനി ഉണ്ടാക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷേ വീഡിയോസ് ആരും കാണുന്നില്ല. ഭയങ്കര ദാരിദ്ര്യമാണ് നമുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ശരി, ടാറ്റാ, താങ്ക് യു.